ക്രിക്കറ്റ് ടോക്സിക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓരോ റൗണ്ട് കഴിയുമ്പോൾ ഒരു പവർ റാങ്കിങ് അവതരിപ്പിക്കുന്നുണ്ട്. പവർ റാങ്കിങ് ഉദ്ദേശിക്കുന്നത് കിരീട സാധ്യത കൂടുതലായിരിക്കും എന്നാണ്. അതിനായിട്ട് പോയിന്റ് ടേബിൾ ഇല്ല പോലെ ആയിരിക്കില്ല പവർ റാങ്കിങ് ഉണ്ടാവുക. നമ്മൾ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പവർ റാങ്ക് അവതരിപ്പിച്ചിട്ടായിരുന്നു. ഇപ്പോൾ ഓരോ ടീമിന്റെ കളി കഴിയുമ്പോൾ പവർ റാങ്കിങ് ചെയ്യുമല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് പോയിന്റ് ടേബിൾ നോക്കാം. പോയിന്റ് ടേബിളിൽ ഇപ്പോൾ 10ാം സ്ഥാനത്ത് CSK ആണ്. അവരെ കളിച്ച മത്സരം തോറ്റിട്ടുണ്ട്. നെറ്റ് റൺ റേറ്റ് -4.171 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. 9ാം സ്ഥാനത്ത് SRH. ഒരു കളി കളിച്ച് അവരും ഒരു കളി പൊട്ടിയിട്ടുണ്ട്, -2.097. 8ാം സ്ഥാനത്ത് LSG. അവർ ഒരു കളി കളിച്ച് ഒരു കളി തോറ്റു, -1.397. 7ാം സ്ഥാനത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഒരു കളി കളിച്ചു ഒരു കളി തോറ്റു, -0.687 അവരുടെ നെറ്റ് റൺ റേറ്റ്. 6ാം സ്ഥാനത്ത് GT. അവരും കളിച്ചൊരു കളി പൊട്ടിയിട്ടുണ്ട്, -0.509. 5ാം സ്ഥാനത്ത് PBKS. കളിച്ച കളി ഒരു കളി അവർ ആ കളി ജയിച്ചു, 0.2 + 0.509. 4ാം സ്ഥാനത്ത് MI. ഒരു കളി കളിച്ചു ആ കളി ജയിച്ചു, 2 പോയിന്റ് + 0.687. 3ാം സ്ഥാനത്ത് ഡൽഹി ക്യാപിറ്റൽസ്. ഒരു കളി കളിച്ചു ആ കളി ജയിച്ചു, 2 പോയിന്റ് + 1.397. 2ാം സ്ഥാനത്ത് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു. ഒരു കളി കളിച്ചു ആ കളി ജയിച്ചു, 2 പോയിന്റ് + 2.907. 1ാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ്. ഒരു കളി കളിച്ചു അക്കളി ജയിച്ചു, 2 പോയിന്റ് + 4.171. നമുക്കൊരു പവർ റാങ്കിങ് അവതരിപ്പിക്കാം. കൂടുതൽ കിരീട സാധ്യത. 10ാം സ്ഥാനത്ത് നമ്മളിപ്പോൾ കാണുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെയാണ്. ഏറ്റവും കുറവ് കിരീട സാധ്യത CSKക്കാണ് നമ്മൾ കാണുന്നത്. കാരണം CSKയുടെ സ്കോഡിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ MSDക്ക് ഇനിയുള്ള 3 മത്സരം കൂടി പുറത്തിരിക്കേണ്ടി വരും. ബ്രവിസ് എപ്പം തിരിച്ചു വരുമെന്ന് അറിയില്ല. നെതൻ എല്ലിസിന് പരിക്കാണ്. പിന്നെ അവരുടെ ബൗളിംഗ് അത്ര ശക്തമല്ല. ബാറ്റിംഗ് കണ്ടില്ലേ, 1-2 വിക്കറ്റ് പോലെ കൊളാപ്സ് ആവുന്നത് കണ്ടില്ലേ. അപ്പൊ ചെന്നൈക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ സീസണിൽ. നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിങ് ചെന്നൈ 8ാം സ്ഥാനത്താണെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ 10ാം സ്ഥാനമാണ് CSK കൊടുക്കുന്നത്. 9ാം സ്ഥാനത്തേക്ക് നമ്മളിപ്പോൾ കാണുന്നത് ലക്നൗ സൂപ്പർ ജയൻസിന് തന്നെയാണ്. കഴിഞ്ഞ പവർ റാങ്കിൽ ലക്നൗ 9ാം സ്ഥാനത്തായിരുന്നു. ലക്നൌവിന് 9ാം സ്ഥാനം കൊടുക്കാനുള്ള കാരണം ലക്നൌയുടെ ബാറ്റിംഗ്. ഇപ്പൊ എയ്ഡൻ മർക്രം, മിച്ചൽ മാഷ്, ഋഷഭ് പന്ത്, നിക്കോളാസ് പുരൻ, ഈ 4 പ്ലെയർ. പിന്നെ അബ്ദുൾ സമദ് ഇന്നലെ കളിച്ചു, ഒന്നും മറക്കുന്നില്ല. പക്ഷേ ഈ 4 പ്ലെയറിൽ ഇപ്പൊ ഋഷഭ് പന്ത് ഫോമിലാണോ അല്ല, മാഷ് ഫോമിലാണോ അല്ല, മർക്രം മാത്രമേ ഫോമിലുള്ളൂ. പിന്നെ നിക്കോളാസ് പുരനും കളിച്ചിട്ടില്ല. പിന്നെ ബൗളിംഗ്, അവർ എല്ലാ കളിയും ഈ ഇന്ത്യൻ പേസറെ വെച്ചിട്ട് അവർക്ക് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് തിരിഞ്ഞോ. ഇന്നിപ്പോ സമീർ റസ്മി ഒറ്റക്ക് കാണിച്ചെന്നില്ലേ, ഈ ബൗളേഴ്സിനെ വെച്ച് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. അപ്പോൾ 9ാം സ്ഥാനത്ത് ലക്നൌവിനെ തന്നെ നമ്മൾ കൊടുക്കുന്നു. 8ാം സ്ഥാനത്ത് നമ്മളിപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ് കാണുന്നത്. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ SRH 7ാം സ്ഥാനത്തായിരുന്നു, ഇപ്രാവശ്യം 8ാം സ്ഥാനത്ത്. SRHന്റെ കാര്യത്തിലേക്ക് വന്നാൽ SRHന്റെ ബൗളിംഗ് ഒരു പ്രശ്നമാണ്. ഇപ്പൊ പാറ്റ് കമ്മിൻസ് ഇല്ല. കമ്മിൻസ് ആദ്യത്തെ 5 മത്സരം കളിക്കില്ല എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ അവരുടെ ബൗളിംഗ് ഒരു ബിലോ എവറേജ് ബൗളിംഗ് ആണ്. ബാറ്റിംഗ് നല്ല ബാറ്റിംഗ് ആണ്. ഇപ്പോൾ അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ഹെൻറിക് ക്ലാസൻ, അനികേത് വർമ്മ, നിതീഷ് കുമാർ, ഡിഷാൻ കിഷൻ, ഇങ്ങനെ നല്ല ഡെപ്തുള്ള ബാറ്റിംഗ് ഉണ്ട്. പക്ഷെ ഇത് പ്രശ്നം എന്താ, ഇപ്പൊ അഭിഷേക് ശർമ്മ ഫോമിലല്ല, ഹെഡും ഫോമിലല്ല. ആകെ ഒരു ക്ലാസനും നമ്മൾ ഇഷാൻ കിഷനും മാത്രമേ കളിക്കുന്നുള്ളൂ. പിന്നെ അനികേത് വർമ്മ കഴിഞ്ഞ കളി കളിച്ചത് മറക്കുന്നില്ല. എന്നാൽ പോലും അവർക്ക് കിരീട സാധ്യത ഇപ്പോൾ കാണുന്നില്ല. 8ാം സ്ഥാനത്ത് SRH വരുമ്പോൾ 7ാം സ്ഥാനത്ത് നമ്മൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് കൊടുക്കുന്നു. കഴിഞ്ഞ പവർ റാങ്കിൽ 6ാമതായിരുന്നു കൊൽക്കത്ത, ഇപ്രാവശ്യം 7ാം സ്ഥാനത്ത്. കൊൽക്കത്തയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് പ്രശ്നം. ബൗളിംഗ് ഒരു പ്രശ്നമാണ് അവർക്ക്. കൃത്യമായ ബൗളേഴ്സ് ഇല്ല. ഇപ്പോൾ വൈഭവ് അറോറ ഇങ്ങനെയുള്ള പേസേഴ്സ് ആയിരിക്കുള്ളത്. ഉമ്രാൻ മാലിക്, നമ്മുടെ അർഷദ് റാണ പോയി, ആകാശ് ദീപ് പോയി, പിന്നെ മദീഷ പദ്രാനിക്ക് ഇഞ്ചുറി. പിന്നെ ബ്ലെസ്സിംഗ് മുസറബാനെ കൊണ്ട് മുസറബാനൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നരേനൊന്നും പഴയ ഫോമിലില്ല. ഇപ്പോൾ നമ്മുടെ വരുൺ ചക്രവർത്തിക്ക് നല്ലോണം കിട്ടുന്നുണ്ട്. അപ്പോൾ 7ാം സ്ഥാനത്ത് കൊൽക്കത്ത വരുന്നു. 6ാം സ്ഥാനത്ത് നമ്മൾ രാജസ്ഥാൻ റോയൽസിന് കൊടുക്കുന്നു. രാജസ്ഥാൻ കഴിഞ്ഞ കളി ചെന്നൈ സൂപ്പർ കിങ്സിനെ നല്ല രീതിയിൽ പരാജയപ്പെടുത്തി. പക്ഷെ അതിലൊരിക്കൽ പ്രശ്നം തരും, ചെന്നൈയുടെ ബൗളിംഗ് പോലെയല്ല മറ്റേ ടീമിന്റെ ബൗളിംഗ്. അതൊരു പ്രശ്നമാണ്. പിന്നെ രാജസ്ഥാന്റെ കാര്യത്തിൽ അതിൽ അവരിപ്പോൾ വൈഭവ് സൂര്യവംശി കഴിഞ്ഞ കളിയിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അദ്ദേഹം 15 ബോളിലായിട്ട് 50 റൺസ് അടിച്ചു. അവരുടെ ബൗളേഴ്സും മോശമല്ലാത്ത രീതിയിലല്ല, അതായത് മോശമല്ലാന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ തന്നെ ചെന്നൈ ബാറ്റേഴ്സിനെ തകർത്ത് വിട്ടിട്ടുണ്ട്. അവർക്ക് 6ാം സ്ഥാനം കൊടുക്കുന്നു. 5ാം സ്ഥാനത്ത് നമ്മൾ കാണുന്നത് ഗുജറാത്ത് ടൈറ്റൻസിനെയാണ്. ശരിയാണ്, അവർ ആദ്യത്തെ മത്സരം തോറ്റു. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ അവർ 5ാം സ്ഥാനത്തായിരുന്നു. അവർ ആദ്യത്തെ മത്സരം തോറ്റിട്ടുണ്ട് പഞ്ചാബ് കിങ്സിൽ. പക്ഷെ അവർ ഒരു ഫൈറ്റ് നടത്തിയില്ലേ. ആ കൂപ്പർ കണോന്റെ ഒരു മാന്ത്രിക വിസ്മയം കൊണ്ട് മാത്രമാണ് അന്ന് യഥാർത്ഥത്തിൽ ഗുജറാത്തിനെ പഞ്ചാബ് തകർത്ത് വിട്ടത്.
4ാം സ്ഥാനത്തേക്ക് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസിനെ തന്നെയാണ്. ഡൽഹി ക്യാപിറ്റൽസ് കഴിഞ്ഞ പവറിലേക്ക് 4ാമതായിരുന്നു, ഇപ്രാവശ്യം 4ാമതായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് ഇന്നലെ അവരിപ്പോൾ സമീർ റിസ്വി അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. അവരുടെ ബോളിംഗ് ഒക്കെ ശക്തമാണ്, ബാറ്റിംഗ് ശക്തമാണ്. ഇന്നലെ ഒരു മത്സരത്തിൽ ഫോർമാറ്റായി നോക്കണ്ട നിങ്ങൾ. അവർക്ക് കൃത്യമായ പ്ലാൻ ഉണ്ട്, അവർ എക്സിക്യൂട്ട് ചെയ്യും. കിരീട സാധ്യത കിട്ടുന്ന നല്ല ചാൻസുള്ള ടീമാണ്. 4ാം സ്ഥാനത്ത് ഡൽഹി കൊടുക്കുമ്പോൾ 3ാം സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്നതിലോ പഞ്ചാബ് കിങ്സിന്. കഴിഞ്ഞ പവർ റാങ്കിൽ 2ാമതായിരുന്നു പഞ്ചാബ്, ഇപ്രാവശ്യം 3ാമത്. പഞ്ചാബിനെ നമ്മൾ ഇടാൻ കാരണം പഞ്ചാബ് ആദ്യത്തെ മത്സരം ജയിച്ചു, ശരിയാണ്. പക്ഷെ ആ മത്സരത്തിൽ ഇപ്പോൾ കൂപ്പർ കണോളിയുടെ ഒരു പ്രകടനം, ബാക്കി ഒരു പ്ലെയർ ഒന്നും കളിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മളത് സ്ക്വാഡ് റിലേഷൻ പറഞ്ഞതാണ്. അതായത് ഇപ്പോൾ ഇന്ത്യൻ കുറേ പ്രഭ്സിമ്രാൻ സിംഗ്, പ്രിയാൻ ഷാരി, ശ്രേയസ് അയ്യർ, അയ്യറിനെ നമ്മൾ മോശമായി കാണുന്നില്ല. പക്ഷെ എന്നാൽ പോലും പ്രഭ്സിമ്രാനും പ്രിയാൻ ഷാരി ഒന്നും ഡൊമസ്റ്റിക് ടാലൻറ്റഡ് ആണ്. അവരൊന്നും എത്രത്തോളം IPL ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ പ്രൂവ് ചെയ്തു, അങ്ങനെ എല്ലാ സീസണിലും പ്രൂവ് ചെയ്യാൻ പറ്റുമോ സംശയങ്ങളുണ്ടായിരിക്കും. പക്ഷെ അവരുടെ ഓൾറൗണ്ടേഴ്സ് നല്ലതാണ്. ബൗളിംഗ് കാര്യത്തിൽ പാർശ്വദീപക്ക് ഒരുപാട് എക്സ്ട്രാസ് കൊടുക്കുന്നത് അവർക്കൊരു തിരിച്ചടിയാണത്. 3ാം സ്ഥാനത്ത് PBK വരുമ്പോൾ 2ാം സ്ഥാനത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. കഴിഞ്ഞ പവറെങ്കിൽ 3ാമതായിരുന്നെങ്കിൽ ഇപ്രാവശ്യം 2ാമാണ് ബാംഗ്ലൂർ നമ്മൾ കൊടുക്കുന്നത്. ബാംഗ്ലൂർ കളിച്ച മത്സരം ജയിച്ചു. ദേവദത്ത് പടിക്കലൊക്കെ മിന്നുന്ന ഫോമിലല്ലേ. ഇനി വിരാട് കോഹ്ലിയുടെ പ്രകടനം എടുത്ത് പറയേണ്ടതല്ലേ. അങ്ങനെ അവർക്ക് പിന്നെ ബോളിംഗ് നോക്കണം നിങ്ങൾ. ജേക്കബ് ഡെഫ് എത്ര മനോഹരമായിട്ട് ബോൾ ചെയ്തു. ഇപ്പോൾ ഹേസൽവുഡ് ഇല്ലാത്തൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവർക്ക് കിരീട സാധ്യത കൂടുതലാണ്. 2ാം സ്ഥാനത്തേക്ക്. 1ാം സ്ഥാനത്ത് സാക്ഷാൽ ദൈവത്തിൻ്റെ പോരാളികൾ മുംബൈ ഇന്ത്യൻസ്. ഇത്തവണ ഏറ്റവും കൂടുതൽ കിരീട സാധ്യത കിട്ടാനുള്ള ടീം മുംബൈയാണ്. അത്രയും മികച്ച ഡെപ്തുള്ള ഇന്ത്യൻ കോറുള്ള ടീമാണ് മുംബൈ. ഹിറ്റ്മാനൊക്കെ ഫോമിലേക്ക് വന്നു കഴിഞ്ഞു. റയൻ റിക്കിൾട്ടൺ ഫോമിലാണ്. സൂര്യകുമാർ യാദവ് കഴിഞ്ഞ മോശമായിട്ട് നോക്കണ്ട, തിരിച്ചു വരും. തിലക് വർമ്മ ഫോമിലാണ്. ഹാർദിക് പാണ്ഡ്യ ഫോമിലാണ്. ഇപ്പോൾ വിൽ ജാക്സും സാൻഡറൊക്കെ വരാനുണ്ട്. ഇതിനൊക്കെ നോക്കുമ്പോൾ മുംബൈ ശക്തമായ ടീമാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ കിരീട സാധ്യത കൊടുക്കുന്നത്. അപ്പം ഇപ്പം മുംബൈ തന്നെ ജയിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. കൂടുതൽ വീഡിയോസ് വീണ്ടും എത്തുന്നതായിരിക്കും.